ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. മെന്റൽ കണ്ടുപിടിച്ചതിൽ നിന്ന് എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എക്സാമിന് വരും. ഓക്കെ, എന്തായാലും ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്, ക്രാഷ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, മറക്കരുതേ. നമ്മൾ മെന്റലിൻ്റെ കുറേ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ പഠിക്കും. 14 ക്യാരക്ടർ, ഓക്കെ, ഇപ്പം പഠിച്ച ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഇതുപോലെ പല ക്യാരക്ടറുകൾ പഠിക്കും. അങ്ങനെ പഠിച്ചൊക്കെ പോയി കഴിഞ്ഞപ്പം വേറെ കുറേ സയൻറ്റിസ്റ്റുകൾ മെൻ്റൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഓക്കെ, മെൻ്റൽ പറഞ്ഞതിൽ നിന്ന് കുറച്ച് എക്സെപ്ഷനായിട്ട് എന്ത് പഠിച്ചാലും അങ്ങനെ ചില എക്സെപ്ഷൻസ് കാണും. ആ എക്സെപ്ഷനുകളെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം മെന്റേലിയൻ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് കാണപ്പെടുന്ന സവിശേഷതകൾ അടങ്ങുന്ന പ്രതിഭാസങ്ങളാണ്: 1 ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, 2 കോ ഡോമിനൻസ്, 3 മൾട്ടിപ്പിൾ അലീൽ, 4 പ്ലിയോട്രോപ്പി. ക്ലിയർ? മെന്റൽ എന്താ പറഞ്ഞത്? അച്ഛനെയും അമ്മയുടെയും ഗുണങ്ങൾ ക്രോസ് ചെയ്താൽ F1-ൽ അച്ഛൻ്റെ ഗുണമാണ് കിട്ടിയത്, അല്ലേ? അമ്മയുടെ ഗുണം കിട്ടിയോ? ഇല്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ദ ഫ്ലവർ കളർ ഇൻ ദ 4 o'clock പ്ലാന്റ് ഇൻ മിറാബിലസ് ജാലപ്പ ഷോവിങ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ദേ മക്കളെ, കുറച്ച് കൂട്ട സയൻറ്റിസ്റ്റുകൾ മിറാബിലസ് ജാലപ്പ എന്ന് പറയുന്ന 4 മണിച്ചെടി, കേട്ടോ, 4 മണിച്ചെടിയിൽ നടത്തിയ പരീക്ഷണമാണ് പറയുന്നത്. 4 മണിച്ചെടിയുടെ പൂവിൻ്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രധാനമായിട്ടും 2 ടൈപ്പ് നിറം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഇത്, മിറാബിലസ് ജാലപ്പ. ഓക്കെ, ആൻറ്റിറൈനസ് സ്പീഷീസിൽ വരുന്ന മിറാബിലസ് ജാലപ്പ എന്ന് പറയുന്ന ചെടി. 2 തരം പൂക്കൾ. ഒന്നെന്ന് പറയുന്നത് റെഡ് ഫ്ലവർ, ദേ ക്യാൻ പ്രൊഡ്യൂസ് റെഡ് ഫ്ലവർ. ദെൻ and it can also produce white flower. റെഡ് ഫ്ലവറും പ്രൊഡ്യൂസ് ചെയ്യും, വൈറ്റ് ഫ്ലവറും പ്രൊഡ്യൂസ് ചെയ്യും. ഇവർ മെൻ്റൽ ചെയ്ത അതേ എക്സ്പെരിമെൻ്റ് ആണ് ഫോളോ ചെയ്തത്. റെഡ് ഫ്ലവർ എന്ന് പറയുന്നത് മെയിൽ ഫ്ലവർ ആണ്, വൈറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് ഏതാ? ഫീമെയിൽ ഫ്ലവർ ആണ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ നീറ്റായിട്ട് മറ്റൊരു ബോർഡിലേക്ക് നോക്കാം. യെസ്, റെഡ് ഫ്ലവർ വേഴ്സസ് ഏത് ഫ്ലവറാ? വൈറ്റ് ഫ്ലവർ. റെഡ് ഫ്ലവർ എങ്ങനെയാ ജീനോടൈപ്പ് എഴുതുക? പറ. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ R. വൈറ്റ് ഫ്ലവർ W എന്ന് എഴുതി വെക്കുവോ? വെക്കരുതേ, മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടത്തില്ല. വൈറ്റ് ഫ്ലവറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? സ്മോൾ r. ഓക്കെ, ഇതെന്ത് ചെയ്യും? അതിന്റെ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. പറഞ്ഞേ, ക്യാപിറ്റൽ Rൽ നിന്ന് ഒരാർ, സ്മോൾ rൽ നിന്ന് ഒരാർ. ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? F1 കിട്ടുന്നു. അപ്പം ഇത് റെഡ് ആയിരുന്നു, ഇത് വൈറ്റ് ആയിരുന്നു. മെൻ്റൽ പറഞ്ഞ പ്രകാരം ഏതാ കിട്ടണ്ടേ? റെഡാ, അല്ലേ? ടോളിനെയും ഡാർഫിനെയും ക്രോസ് ചെയ്തപ്പോൾ ഏതാടെ കിട്ടിയേ? ടോളാ കിട്ടിയത്. പക്ഷേ ഇതിനകത്ത് വ്യത്യാസം കാണിച്ചു. റെഡും കിട്ടിയില്ല, എന്തും കിട്ടിയില്ല മക്കളെ, വൈറ്റും കിട്ടിയില്ല. കിട്ടിയ ഫ്ലവറിൻ്റെ നിറം ഏതാ? പിങ്ക് കളർ. Intermediate character, because the F1 doesn't show neither the character of both parent. രണ്ടിൻ്റെയും ഗുണം കാണിച്ചില്ല, അച്ഛൻ്റെ ഗുണവും കാണിച്ചില്ല, അമ്മയുടെ ഗുണവും കാണിച്ചില്ല. രണ്ടും കൂടെ കൂടിക്കലർന്ന ഒരു ഗുണമാണ് കാണിച്ചത്. അതേത് കളറാ? പിങ്ക് കളർ. അപ്പം മെൻ്റലിൻ്റെ ലോയിൽ നിന്ന് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒന്നാണ് ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ F1 കിട്ടിയത് ഏതാ? പിങ്ക് കളർ. ഇനി നമുക്കതിനെ F2 ജനറേഷൻ ചെയ്യാം, അല്ലേ? പിങ്കിനെ പിങ്ക് കൊണ്ട് ക്രോസ് ചെയ്യുന്നു. പറഞ്ഞേ മക്കളെ, ഏതാണ്? ക്യാപിറ്റൽ R സ്മോൾ r ഇൻറ്റു ക്യാപിറ്റൽ R സ്മോൾ r. അലീൽ സെയിം ആണോ? അല്ല. അപ്പോൾ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാമേറ്റ്. പറ. ക്യാപിറ്റൽ R സ്മോൾ r. അടുത്തത് ക്യാപിറ്റൽ R സ്മോൾ r. ഇനി ഒന്ന് ക്രോസ് ചെയ്തേ. ക്യാപിറ്റൽ R. അടുത്തത് ക്യാപിറ്റൽ R സ്മോൾ r. അടുത്തത് ക്യാപിറ്റൽ R സ്മോൾ r. അടുത്തത് സ്മോൾ r. ഒറ്റയടിക്ക് പറ, എത്ര പിങ്ക് ഉണ്ട്, എത്ര വൈറ്റ് ഉണ്ട്, എത്ര റെഡ് ഉണ്ട്? ഇതേതാ? റെഡ്, അല്ലയോ? ആണ്. ഇതേതാ? ഇത് ക്യാപിറ്റൽ R സ്മോൾ r. ഇതേത് കളറാ? അതും നമുക്ക് ഏതെന്ന് പറയാം? പിങ്ക് കളറാണ്. ഇതോ? സ്മോൾ ആറോ? അതെന്തുവാടെ? വൈറ്റ് കളറാണ്, അല്ലേ? അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നമുക്ക് നോക്കാം എത്ര റെഡ് കളർ
ഒരു റെഡ് കളർ. എത്ര പിങ്ക് കളർ പറ? എത്ര പിങ്ക് കളർ? 2 പിങ്ക് കളർ. എത്ര വൈറ്റ് ഫ്ലവർ കിട്ടി? എത്ര വൈറ്റ് ഫ്ലവർ? ഒരു വൈറ്റ് ഫ്ലവർ. അപ്പം നമ്മുടെ റേഷ്യോ എത്ര? 1:2:1. ഓക്കെ, ഇപ്പൊ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. ഇനി നമുക്ക് ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കാം. ഈ തന്ന സാധനത്തെ പെറുക്കിയെടുത്ത് എഴുതുക. അപ്പൊ പെറുക്കിയെടുത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും നോക്കിക്കേ. ക്യാപിറ്റൽ ആർ എത്ര ഉണ്ട്? ഒരെണ്ണം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്ര ഉണ്ട്? 2 എണ്ണം. സ്മോൾ ആർ എത്ര ഉണ്ട്? ഒരെണ്ണം. അതിന്റെ റേഷ്യോ എന്താ? 1:2:1. അപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഏതൊക്കെ റേഷ്യോ സെയിം ആകുന്നു? ഫീനോട്ടിപ്പിക്കും സെയിം ആകുന്നു, ജീനോട്ടിപ്പിക്കും സെയിം ആകുന്നു. ക്ലിയർ? സോ ഇൻ ആൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമുക്ക് പറയാം 2 പേരൻസിന്റെ സ്വഭാവം ആര് കാണിക്കുന്നില്ല? ഉണ്ടാകുന്ന F1 എന്ത് ചെയ്യുന്നില്ല മക്കളെ? കാണിക്കുന്നില്ലെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണേ? ഫ്ലവർ കളർ ഇൻ ദ 4 o'clock പ്ലാൻ കണ്ടക്ട് ചെയ്തത് ഏത് ചെടിയാന്ന് പഠിച്ചു വെക്കാം. മിറാബിലസ് ജാലപ്പ. നെയ്തർ ദ അലീൽസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ഓവർ ദി അതർ. അച്ഛൻ്റെ ക്യാരക്ടറും ഇല്ല, അമ്മയുടെ ക്യാരക്ടറും ഇല്ല, രണ്ടും കൂടെ കൂടിക്കലർന്ന ഒരു ക്യാരക്ടർ. അതാണ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്നതിന് എക്സ്പെരിമെന്റ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണേ? സെറ്റാണേ? ശരി, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്തതിൻ്റെ പേരാണ് കോഡോമിനൻസ്. കോഡോമിനൻസ് കാണിക്കുന്നത് പ്രത്യേകിച്ചും ബ്ലഡ് ഗ്രൂപ്പിലാണ്. നമ്മുടെ മെന്റൽ പറഞ്ഞത് എന്താ? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ആരാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഡോമിനൻ്റ് അലീലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റെസസീവ് അലീൽ എന്ത് ചെയ്യത്തില്ല? എക്സ്പ്രസ് ചെയ്യത്തില്ല. നമ്മുടെ ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ബ്ലഡ് ഗ്രൂപ്പ്, എ ബി ബ്ലഡ് ഗ്രൂപ്പ്, ഒ ബ്ലഡ് ഗ്രൂപ്പ്. ക്ലിയർ? എ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന അലീലിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, IA. ഇതാണ് എ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽ, ഡോമിനന്റ് അലീലാണ്. അങ്ങനെയാണെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പിനെ എങ്ങനെ എഴുതുന്നത്? IB എന്ന് എഴുതാം അല്ലേ? അപ്പൊ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ എങ്ങനെ എഴുതുക? അതിനകത്ത് എ എന്ന് പറയുന്ന ആന്റിജനെ നിയന്ത്രിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് എ ബ്ലഡ് ഗ്രൂപ്പ്. ബി എന്ന് പറയുന്ന ആന്റിജനെ നിയന്ത്രിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആയത് ബി ബ്ലഡ് ഗ്രൂപ്പ്. സോ വി ക്യാൻ റിട്ടേൺ അങ്ങനെ എങ്ങനെ എഴുതാം നമുക്ക്? IA ആൻഡ് IB. ഇവിടെ കണ്ടോ? 2 അലീലും എന്തുവാ? എക്സ്പ്രസ് ചെയ്യുക. ആ 2 അലീലും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡോമിനൻസ്. ഒന്ന് മാത്രമല്ല എക്സ്പ്രസ് ചെയ്യുക, രണ്ടും എന്ത് ചെയ്യുകയാണ്? ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷൻ. ക്ലിയർ ആണോ പറഞ്ഞത്? അതാണ് എന്നറിയപ്പെടുക കോഡോമിനൻസ് എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരു ബിരിയാണി വേണം. ആ ബിരിയാണിക്ക് 150 രൂപയാന്നിരിക്കട്ടെ. 2 ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഇവന് 75 രൂപ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 75 രൂപ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ബി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്ര? 50 രൂപ കൊണ്ടുവരാനാണെന്ന് 50 രൂപ കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. 75ഉം 50ഉം കൂടെ കൂട്ടി എത്ര കിട്ടുന്നത്? 125. ബിരിയാണി മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു അലിയിൽ എക്സ്പ്രസ് ചെയ്യാതിരുന്നാൽ എന്ത് കാണിക്കില്ല? കോഡോമിനൻസ് കാണിക്കാൻ പറ്റത്തില്ല. അതേസമയം ഇവനും 75 രൂപ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ത് മേടിക്കായിരുന്നു? ബിരിയാണി മേടിക്കായിരുന്നു അല്ലേ? അപ്പൊ അറ്റ് എ ടൈമിൽ ഒരു ക്യാരക്ടറിന്റെ 2 അലീലുകൾ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷനാണ് എന്നറിയപ്പെടുക കോഡോമിനൻസ്. സോ കോഡോമിനൻസ് കാണിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏത്? നോട്ട് ചെയ്ത് വെക്കുക, AB ബ്ലഡ് ഗ്രൂപ്പിംഗ്. ബിക്കോസ് ദ AB ബ്ലഡ് ഗ്രൂപ്പ് വിച്ച് കണ്ടെയ്ൻ 2 ആന്റിജൻ ഏതൊക്കെയാണ്? സച്ച് ആസ് A and B, both alleles are dominant in condition, they are expressed together. അതിനെ വിളിക്കുന്ന പേരാണെന്ന് കോഡോമിനൻസ്. ഇത് ആര് പറഞ്ഞു കൊടുത്തില്ല? മെന്റൽ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ മെന്റലിൽ നിന്നുള്ള ഒരു എക്സെപ്ഷൻ ആണ് ഇത് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? അടുത്തതിന്റെ പേരാണ് മൾട്ടിപ്പിൾ അലീൽ. പറഞ്ഞ സംഭവം തന്നെ, ബ്ലഡ് ഗ്രൂപ്പിന്റെ കണ്ടീഷൻ. നമ്മുടെ മെന്റൽ പറഞ്ഞത് എന്താ? ഒരു ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ ഹൈറ്റ്, ഇതാണ് ക്യാരക്ടർ. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന എത്ര അലീലുണ്ടെന്നാ പറഞ്ഞേ? ഒരു ജീനിന് എത്ര അലീലുണ്ട്? 2 അലീലുണ്ട് അല്ലേ? അപ്പോൾ 2 അലീലാണെങ്കിൽ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ടോളാണ്, അല്ലെങ്കിൽ ഏതാ? ഡാർഫ്. ഒരു ജീനിന് പരമാവധി എത്ര അലീൽ എന്നാ പറഞ്ഞേ? 2 അലീൽ. പക്ഷെ അതല്ല മൾട്ടിപ്പിൾ അലീൽ. മൾട്ടിപ്പിൾ അലീൽ പറയുന്നത് ഒരു ജീനിന് 2ൽ കൂടുതൽ അലീൽ. If a gene has more than 2 allele, call it as what? Multiple allele.
അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ആരാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? കാൾ ലാൻസ്റ്റൈനർ എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടുപിടിച്ചത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. നമുക്ക് നോക്കാം. 4 ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് പൊതുവേ കാണുക. മുമ്പേ എഴുതിയ പോലെ തന്നെ A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്, അല്ലേ? ഈ ബ്ലഡ് ഗ്രൂപ്പിനെ എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ജീന. ഓക്കെ, ആ ജീനിൻ്റെ പേരാണ് I. ഓക്കെ, അപ്പം നമ്മൾ ഓരോ വ്യക്തിയിലല്ല ഇത് പഠിക്കുന്നത്. ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്ന പറയാം കേട്ടോ, പോപ്പുലേഷൻ. ഇപ്പോൾ ഇവിടെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന അലീൽ ഏതാ? IA അല്ലേ? B ആണ് ബ്ലഡ് ഗ്രൂപ്പെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഏതാ? IB. അതല്ല ഇവിടെ പറയുന്ന മക്കളെ, ശ്രദ്ധിക്കുക. ഇതൊരു പോപ്പുലേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറേ രക്തഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ രക്തഗ്രൂപ്പുകളെ എല്ലാം നിയന്ത്രിക്കുന്ന ജീനാണ് ഏത്? I. അത് A ആയിക്കോട്ടെ, B ആയിക്കോട്ടെ, AB ആയിക്കോട്ടെ, അല്ലെങ്കിൽ O ആയിക്കോട്ടെ, അതിനെല്ലാം നിയന്ത്രിക്കുന്ന ജീൻ ഏതാ? I. ഈ ജീനിന് എത്ര അലീലുണ്ട്? 3 അലീലുണ്ട്. അപ്പം സാധാരണ ഒരു ജീൻ എത്ര അലീല? 2 അലീൽ. അപ്പോൾ ഐക്ക് ഇപ്പോൾ ഇവിടെ എത്ര അലീല പറയുന്നത്? 3 അലീൽ. ആ 3 അലീലുകളെ ഞാൻ എഴുതുവാണ്. ഒന്ന് IA. ഓക്കെ, അടുത്ത രണ്ടാമത്തെ അലീലാണ് IB. അടുത്ത അലീലാണ് സ്മോൾ I. ഇത് രണ്ടും ഡോമിനൻ്റ് അലീലാണ്. ഇത് ഏത് അലീല? റെസസീവ് അലീൽ എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പ്രസ് ചെയ്യാത്ത അലീല. അപ്പം കണ്ടോ, ഒരു ജീനിന് എത്ര അലീല? 3 അലീൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അലീലുകളൊന്ന് എഴുതാം. A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എങ്ങനെ എഴുതുന്നത്? IA അല്ലേ? ഹോമോസൈഗസ് കണ്ടീഷൻ, ഡോമിനൻ്റ് അലീൽ. ഈ അലീൽ വന്നാലും ആ വ്യക്തിക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പാ? A ബ്ലഡ് ഗ്രൂപ്പ്. ഇത് മാത്രമാണോ? അല്ല. ഹോമോസൈഗസ് കണ്ടീഷൻ ആകാം, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആകാം. ദാറ്റ് ഈസ് IA സ്മോൾ I. ഇത് ഏത് അലീല? ഡോമിനൻ്റ് അലീൽ. ഇതിൻ്റെ കൂടെ ഏത് അലീലുണ്ട്? റെസസീവ് അലീൽ. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഹെട്രോസൈഗസ് ഈ കണ്ടീഷൻ വന്നാലും A ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഉണ്ടാകും. അടുത്ത B ബ്ലഡ് ഗ്രൂപ്പ്. B ബ്ലഡ് ഗ്രൂപ്പിൽ എങ്ങനെ എഴുതുന്നത്? IB ഓർ എങ്ങനെ എഴുതും? IB സ്മോൾ I. കണ്ടോ, ഹെട്രോസൈഗസ് ആണെങ്കിലും ആര് എക്സ്പ്രസ് ചെയ്യും? B ആൻറ്റിജൻ എക്സ്പ്രസ് ചെയ്യും. അടുത്ത AB ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു ഏതലീല? IA, അതുപോലെ ഏതാ? IB. സെറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? സ്മോൾ I. ഇവിടെ ഡോമിനൻ്റ് അലീലില്ല, ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല? അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അലീലി കോമ്പിനേഷൻ നടത്തുക. ഇത്ര മാത്രമേ ഉള്ളൂ പറഞ്ഞത്. ഒരു ജീനിന് 2ൽ കൂടുതൽ അലീലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൾട്ടിപ്പിൾ അലീൽ. അത് കാണിക്കുന്ന എക്സാമ്പിൾ ആണ് ഇത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. കോഡോമിനൻസിന് എക്സാമ്പിൾ ഏതാ? 2 അലീലും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതാണ് കോഡോമിനൻസ്. അത് AB ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണ്? 2 പേരന്റിന്റെ സ്വഭാവം ഉണ്ടാകുന്ന തലമുറ കാണിക്കുന്നില്ല, അതിന് പകരം ഇന്റർമീഡിയറ്റ് ക്യാരക്ടറാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ 4 o'clock പ്ലാൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? മെൻഡേലിയൻ ക്യാരക്ടറിന് എക്സാമ്പിൾ ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് വണ്ണിലേക്ക് പോകുന്നത് ഏതാന്ന് പറഞ്ഞാൽ പ്ലിയോട്രോപ്പിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് കംപ്ലീറ്റ് ചെയ്യും. പ്ലിയോട്രോപ്പി പറയുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ ഒരു ക്യാരക്ടറിന് ഒരു ജീൻ അല്ലേ? ഇവിടെ പറയുന്നത് ഒരു ജീനിന് ഒന്നിൽ കൂടുതൽ ഫിനോട്ടിപ്പിക്കൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ പല പല സ്വഭാവങ്ങൾ കണ്ടോ. എ സിംഗിൾ ജീൻ പ്രൊഡ്യൂസ് 2 or more seemingly unrelated phenotype. ഒരു ജീനിന് ഒന്നിൽ കൂടുതൽ എഫക്റ്റ് നൽകാനുള്ള കഴിവ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇത് പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക, സ്റ്റാർച്ച് സിന്തസിസ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇൻ പീ പ്ലാന്റ് സിംഗിൾ ജീൻ, നമ്മുടെ പയറ് ചെടിയിൽ ഒരു ജീനുണ്ട്. ആ ജീനിന്റെ പേരാണ് ഇത് ക്യാപിറ്റൽ B. ഏതാണ് പയറ് ചെടിയിലെ ജീനിന്റെ പേര്? ക്യാപിറ്റൽ B. ഈ ക്യാപിറ്റൽ Bക്ക് 2 അലീലുണ്ട്. ഏതൊക്കെയാ ഈ ജീനിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീൽ? ഒന്ന് ക്യാപിറ്റൽ ബിയും ഉണ്ട്, ഒന്ന് സ്മോൾ ബിയും ഉണ്ട്. ഡോമിനന്റ് അലീലും ഉണ്ട്, റെസസീവ് അലീലും ഉണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. വേറൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പെട്ടെന്ന് മനസ്സിലാവും. 2 ഫുട്ബോൾ. അതിൽ ഒരു ഫുട്ബോളിനകത്ത് ഒട്ടും തന്നെ കാറ്റില്ല, ചുക്കിച്ചുളിഞ്ഞ ഒരു ഫുട്ബോൾ. ഒരെണ്ണത്തിനകത്ത് നല്ല കാറ്റുണ്ട്, ഞാൻ എന്ത് ചെയ്തു? എയർ അടിച്ച് നല്ല ടൈറ്റായിട്ട് വെച്ചിരിക്കുക. അപ്പം ഒരെണ്ണത്തിനകത്ത് എന്തില്ലെന്നാ പറഞ്ഞേ? എയർ ഇല്ല. അപ്പം എയർ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ബോളിൻ്റെ ഷേപ്പിൽ എന്ത് വന്നിടേ?
മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്തു? ചുക്കിച്ചുളിഞ്ഞു. രണ്ടാമത്തെ കേസ് പറഞ്ഞ എന്തുവാ? എയർ ഉള്ള ബോളാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തുവാ? ആ എയർ നിറച്ച ബോള് സൊള്ളനായി എന്ന് പറയുന്നത് എന്തുവാ? ടൈറ്റ് അല്ലേ, വളരെ ടൈറ്റായി അതിന്റെ ഷേപ്പിൽ എന്ത് ചെയ്തു? വ്യത്യാസം വന്നു. അപ്പോൾ ഒരു ജീൻ ഇവിടെ എത്ര എഫക്റ്റാണ് കാണിച്ചേ? 2 എഫക്റ്റ്. ദേ ഇവിടെ നോക്കിക്കേ, സ്റ്റാർച്ച് ഗ്രെയിൻ ആൻഡ് സീഡ് ഷേപ്പ്. ഞാനിവിടെ ഒരു പയറിൻ്റെ സീഡ് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരെണ്ണം എന്ന് പറയുന്നത് ഇച്ചിരി വലിപ്പം കൂടിയ പയർ സീഡാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് എന്താ? അല്പം വലിപ്പം കുറഞ്ഞ പയർ സീഡാണ്. ഇതേ നോക്കിക്കേ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ജീൻ ഏതാ? ക്യാപിറ്റൽ ബി ആണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ സീഡിന് വലിപ്പം കൂടാൻ കാരണം എന്താ? ഇതിനകത്ത് വലിയ സ്റ്റാർച്ച് ഗ്രെയിൻ ഉള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തരികളുടെ എണ്ണം വളരെ എന്താണ്? കൂടുതലാണ്. അപ്പൊ സ്റ്റാർച്ച് ഗ്രെയിൻ്റെ വലിപ്പം കൂടിയപ്പോൾ എന്തിൻ്റെ ഷേപ്പിൽ മാറ്റം വന്നു? പയർ ചെടിയുടെ വിത്തിൻ്റെ ആകൃതിയിലും മാറ്റം വന്നു. കണ്ടോ? ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ പയർ ചെടിയുടെ വിത്തിൻ്റെ ആകൃതി വളരെ എന്താ? സീഡിൻ്റെ ആകൃതി വളരെ കുറവാണ്. അപ്പോൾ സീഡിൻ്റെ ഷേപ്പിൽ എന്ത് വരും? വ്യത്യാസം വരും. വിത്തിൻ്റെ അഥവാ ഗ്രെയിനിൻ്റെ സൈസ് കുറയുമ്പോൾ അതിൻ്റെ ഷേപ്പിലും എന്തുണ്ടായി? മാറ്റം ഉണ്ടായി. അപ്പോൾ ഒരു ഗ്രെയിൻ്റെ പ്രസൻസ് കാരണം നമുക്ക് എത്ര എഫക്റ്റ് ഉണ്ടായി? 2 എഫക്റ്റ് ഉണ്ടായി. ഒന്നെന്താ 2 എഫക്റ്റ് ഉണ്ടായത്? ഗ്രെയിൻ്റെ വലിപ്പം കാരണം ഇത് സൊള്ളനായി, വലിപ്പം വർദ്ധിക്കുകയും ചെയ്തു, അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്യുകയും ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഗ്രെയിൻ്റെ സൈസ് കുറവ് കാരണം സൈസും കുറവാണ്, അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരികയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു അലീലി കോമ്പിനേഷനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് ഈ ചെടിയിൽ ഇരിക്കുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന 2 ഡോമിനൻ്റ് അലീലായിരുന്നെങ്കിൽ എന്തായേനെ? നമ്മുടെ സീഡിൻ്റെ ഷേപ്പ് വലുതായേനെ, അതുപോലെ തന്നെ ഇതിനകത്ത് നിറച്ചിരിക്കുന്ന ഗ്രെയിൻ്റെ ഷേപ്പ് എന്തായിരുന്നേ? വലുതായേനെ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ഇതിനകത്തിരിക്കുന്ന അലീലി കോമ്പിനേഷൻ സ്മോൾ ബി ആയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? നമ്മുടെ സീഡിൻ്റെ ഗ്രെയിൻ്റെ ഷേപ്പ് ചെറുതായേനെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പിൽ എന്ത് വന്നേനെ? വ്യത്യാസം വന്നേനെ. കണ്ടോ? അപ്പോൾ ഗ്രെയിൻ്റെ സൈസാണ് അതിൻ്റെ വലിപ്പം നിർണ്ണയിച്ചത്, ആ ഷേപ്പിൻ്റെ ആകൃതി എന്ത് ചെയ്തത്? നിർണ്ണയിച്ചത്. അപ്പോൾ ഒരു ജീൻ എത്ര എഫക്റ്റ് കാണിക്കുന്നു? 2 എഫക്റ്റ് കാണിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലിയോട്രോപ്പി. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഹോമോസൈഗസ് ക്യാപിറ്റൽ ബി പ്രൊഡ്യൂസ് ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ. ഓക്കെ, ദെൻ ഹെറ്ററോസൈഗസ് ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഉണ്ടെങ്കിലോ അതും എന്ത് തന്നെ കാണിക്കുക? വലിയ സൈസുള്ള സ്റ്റാർച്ച് ഗ്രെയിൻ തന്നെ കാണിക്കുക. കാരണം ക്യാപിറ്റൽ ബി മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ? എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അടുത്ത ഹോമോസൈഗസ് റെസസീവ് സ്മോൾ ബി ആണെങ്കിലോ അവിടുത്തെ പ്രത്യേകത എന്താ? സ്റ്റാർച്ച് ഗ്രെയിൻ്റെ വലിപ്പം വളരെ കുറവാണ്, അതുകൊണ്ട് വിത്ത് വളരെ ചുളുങ്ങിയിരിക്കും. ഇതാണ് എന്ത്? പ്ലിയോട്രോപ്പി. ക്ലിയർ ആണോ? ഇപ്പം നോൺ മെൻഡിയലിയൻ ഇൻഹെറിറ്റൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലിയോട്രോപ്പിക്ക് ഒരു എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പ്ലിയോട്രോപ്പിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് മക്കളെ ഒരു രോഗം. അതൊരു ഇൻബോൺ എറർ മെറ്റബോളിസമാണ്. എന്ന് പറയുക കെമിക്കൽ റിയാക്ഷൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആ രോഗത്തിൻ്റെ പേരാണ് ഫിനൈൽ കീറ്റോന്യൂറിയ. എന്താ വിളിക്കുക? ഫിനൈൽ കീറ്റോന്യൂറിയ. ഇതെന്താന്ന് പറഞ്ഞാൽ നോർമൽ കേസിൽ നമ്മുടെ ശരീരത്തിൽ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ഏതാ? ഫിനൈൽ അലാനിൻ. ഈ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് രോഗം ബാധിക്കാത്ത വ്യക്തിയിലാണെങ്കിൽ ടൈറോസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആകും. ക്ലിയർ? ഫിനൈൽ അലാനിൻ ഈസ് കൺവേർട്ടഡ് ടു ടൈറോസിൻ. ഇതിന് സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേരാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഇത് നോർമൽ ഇൻഡിവിജ്വലാണ് പറഞ്ഞത്. ഇനി ഈ രോഗം ബാധിച്ച വ്യക്തിയിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഫിനൈൽ അലാനിൻ എന്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നറിയാമോ? ഫിനൈൽ പൈറുവേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അഥവാ പൈറുവേറ്റ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഏത് വ്യക്തിയിലാണോ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഇല്ലാത്തത് ആ വ്യക്തിയിലാണ് ഫിനൈൽ അലാനിൻ എന്ത് ചെയ്യുന്നത്? പൈറുവേറ്റ് ആയിട്ട് അടിഞ്ഞുകൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നോർമൽ കേസിൽ നമ്മുടെ ശരീരത്തിൽ ഫിനൈൽ അലാനിൻ ടൈറോസിനായിട്ട് മാറുന്നു. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നിറം കൂടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ തഴച്ചു വളരുന്നത്. അപ്പോൾ ഈ ഒരു എൻസൈം ഈ ഒരു എൻസൈമിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് 2 എഫക്റ്റ് നൽകിയത്. ഒന്നെന്തുവാ? സ്കിന്നിന് കളർ കൂടി, അതുപോലെ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന, അതുപോലെ മെറ്റബോളിസം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ കൂടിയാണ് ഇത് ടൈറോസിൻ.
ഓക്കെ, ഒരു അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഹോർമോണാണ് ഇത് ടൈറോസിൻ. അപ്പോൾ ഒരു ജീൻ, ആ ജീൻ എത്ര എഫക്റ്റ് നൽകി? 2 എഫക്റ്റ്. ഏത് വ്യക്തിയിലാണോ ഈ എൻസൈം ഇല്ലാത്തത് ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കും? ഈ ഫിനൈലലാനിൻ പൈറുവേറ്റ് ആയിട്ട് അടിഞ്ഞു കൂട്ടിയിട്ട് ബ്രെയിനിൽ അക്യൂമുലേറ്റ് ചെയ്യും. അങ്ങനെ ബ്രെയിനിൽ അക്യൂമുലേറ്റ് ചെയ്താൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മെൻ്റലി റിട്ടാർഡഡ് ആയി പോകാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഒരു മൂഡി ഡസ്റ്റി ഓർഡറാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു ഇരുട്ടറയ്ക്കകത്ത് അല്ലെങ്കിൽ ഇടുങ്ങിയിരിക്കുന്ന ഒരു മുറിക്കകത്തുള്ള ഒരു സ്മെല്ല് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ഈ പുറത്ത് പോകുന്നത്? പൈറുവേറ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ നിറത്തിൽ എന്ത് വരും? വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പോൾ ഒരു ജീനിൻ്റെ തകരാറ് മൂലം എത്ര എഫക്റ്റ് ഉണ്ടായി? ഇവിടെ 3 എഫക്റ്റ് ഉണ്ടായി. അപ്പോൾ ഒരു ജീൻ 3ൽ കൂടുതൽ 2ൽ കൂടുതൽ എഫക്റ്റ് കാണിക്കുകയാണെങ്കിൽ ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇത് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. നോൺ മെന്റിയലിൻ ഇൻഹെറിറ്റൻസിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു വെക്കണം. ദെൻ അതിനുശേഷം നമ്മൾ പഠിച്ച ഏതായിരുന്നു? കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽ, പ്ലിയോട്രോപ്പി. സാധാരണഗതിയിൽ പ്ലിയോട്രോപ്പി ചോദിക്കാറുണ്ട്, മൾട്ടിപ്പിൾ അലീൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് പറഞ്ഞ ടോപ്പിക്കൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ലൈക്ക് ചെയ്യുക. ഓക്കെ.